അങ്ങനെ മാളത്തെ പരിപാടി കഴിഞ്ഞിട്ട് നമ്മൾ നേരെ ഫോർട്ട് കൊച്ചിക്ക് വിടും. മെട്രോ എന്നാണെങ്കിൽ എന്റെ ഖജനാവ് ചെക്ക് ചെയ്യണം. എന്നാലും എനിക്ക് ഇവിടെ ബോംബിടാൻ മാത്രമുള്ള ധൈര്യമൊന്നുമില്ല. നമ്മളവിടെ എത്തിയപ്പോൾ ട്രെയിൻ വന്നു. ചെറുക്കണ്ട ആരെയോ വിളിച്ച് സൊള്ളിരിക്കണം. ഞമ്മക്ക് പിന്നെ സൊള്ളാനാരില്ല. കുറച്ചേരം കഴിഞ്ഞപ്പോൾ തൂങ്ങി ചാറ്റ് ചെയ്യണം. ഓൻക്ക് തന്നെ ലൈഫ്. അപ്പോൾ തന്നെ ഞാൻ അവിടെ ഇരുന്നാണ് പെരീക്കോള ടിക്കറ്റ് ബുക്ക് ചെയ്ത്. ഇപ്പൊ നമ്മൾ ഇറങ്ങിക്കണ മഹാരാജാസിന്റെ അവിടെ. ഞങ്ങൾ വരുന്ന വൈ കഫ്ലുവിനെ കുറെ വല്യപ്പാര് പ്രപ്പോസ് ചെയ്തു. ഇവിടെ ഇതാക്കണ ഒരു പാവം പ്രാവ് ഡെഡ് ആയി റോഡ് കൂടെ പോണോലെ കൊണ്ടൊക്കെ നമ്മൾ ഫോളോ ചെയ്യിപ്പിച്ചു. അങ്ങനെ ഞാൻ എന്റെ ഒരു ഫാനിനെ കണ്ടു. ഈ മച്ചാനാണെങ്കിൽ ആളൊരു പാവിനെ. അതിൽ പിന്നെ ഞങ്ങൾ പെട്ടെന്ന് ടീമായി. പിന്നെ നമ്മൾ നേരെ ജെട്ടിന്റെ അവിടെ ഏത് ബോട്ട് ജെട്ടി അഫ്ലുവിനെ അവിടെ വരിയിൽ നിർത്തിയാണ്. ഞാൻ മെല്ലെ പോയി അവിടെ സൈഡ്. എന്താ അറിയില്ല എന്റെ കാലിലും കാര്യമായിട്ട് എന്തൊരു തകരാറുണ്ട്. ഇപ്പൊ നമ്മളുള്ള ഫോർട്ട് കൊച്ചിയിലാണ്. കാര്യമായിട്ട് കണ്ട് വന്നത് ഈ പിക്ക് എടുക്കാൻ വേണ്ടി. ആയിക്കൂടെ കുറച്ചേരം മൂഞ്ചി നടന്നാണ് നമ്മൾ തിരിച്ച് അങ്ങോട്ട് തന്നെ പോവാ. ഞാൻ വിചാരിച്ച അവിടെ നിന്ന് കുട്ടീനെ സെറ്റ് ആക്കാൻ പറ്റും. ഇതിന്റെ ഉള്ളിൽ കയറി കടന്നു തുടങ്ങിയാൽ പോലെ ആരും അറിയില്ല. പിന്നെ അവിടുത്തെ വാഷ്റൂമിൽ പോയിട്ട് എന്റെ ഖജനാവ് തുറന്നു. ഇടക്കിടക്ക് പോയെന്ന് മുഖം കേൾക്കിയാൽ എനിക്കൊരു തൃപ്തിയാവുള്ളൂ. ഞങ്ങൾ പിന്നെ നല്ല കുട്ടികളാണ് നിസ്കരിച്ചാൻ വേണ്ടി വന്നത്. അവിടെ പോയിട്ട് ആദ്യം ഫോൺ കുത്തിക്കായി. അപ്പോഴാണ് യൂസഫ് അലി അങ്ങോട്ടുള്ള വയറ് മുറിച്ചിട്ട് അവിടുന്ന് നിസ്കാരം കഴിഞ്ഞിട്ട് നമ്മൾ നേരെ പുറത്ത് പോയിട്ട് ഫോൺ കുത്തി. രാത്രിക്കത്തെ ഫുഡ് കുറച്ച് റിച്ച് ആക്കും. ഒന്നും നോക്കിയില്ല 4 ബർഗർ കണ്ട് വാങ്ങി. എന്താ ബംഗാട്ടനെ 11:45 ബസ് ബുക്ക് ചെയ്താണ്ട് ഇപ്പൊ 2 മണിക്ക് 2 മണിയാവാനായി. നമ്മൾ 11 മണിക്ക് വന്ന് ഇരിക്കൽ തുടങ്ങിയാണ് അവിടെ. അങ്ങനെ ബസ് വന്ന് തിരിച്ച് നമ്മൾ വീട്ടിൽ പോവാണ്. അപ്പൊ ശരി, ഫോളോ ചെയ്ത് അടുത്ത വീഡിയോ കാണാം.